ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മടത്തൂര് മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വൈജയന്തി തിരികെ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അമ്മയോട് വന്ന് യാത്രയൊക്കെ പറയുന്നുണ്ട്. അമ്മയടുത്ത് പറയും, അമ്മേ ഞാൻ ഇന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണെന്ന് പറയും. ഇതെന്ത് പറ്റി വൈജയ പെട്ടെന്ന്? അവൾ പോയില്ലേ അലീന, അവിടുന്ന് പോയതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാമല്ലോ. അവൾ തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. അവൾ എന്ത് ദ്രോഹ വൈജയം നിനക്ക് ചെയ്തിട്ടുള്ളത്? നീ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അവളെനിക്കൊരു ദ്രോഹം ചെയ്തില്ല. എന്ത് സന്തോഷകരമായിട്ട് അവൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ജീവിച്ചത്. അവൾ വന്നതിന് ശേഷം എൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് പറയും. നിൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നീ തന്നെയാണ്. വെറുതെ ഓരോരോ പ്രശ്നങ്ങളുടെ പേര് നീ ബാലചന്ദ്രനുമായിട്ട് കിടന്ന് വഴക്കിടുന്നതിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയും. എന്നുവെച്ചാൽ ഞാൻ എന്ത് പ്രശ്നമാകുമ്പോൾ ഉണ്ടാക്കിയത്? അവളെടുത്ത് ആ വീട്ടിൽ നിന്ന് പോകണമെന്നില്ലേ ഞാൻ പറഞ്ഞോളൂ. അതിനെന്താ തെറ്റ്? അവളെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് ശല്യമോ വൈദ്യം ഉണ്ടായത്? നിൻ്റെ മക്കളെയൊക്കെ നേർവഴി കാണിക്കുന്ന അവളില്ലേ? അവൾ എന്ത് മര്യാദയ്ക്കാണ് കുട്ടികളെ നോക്കിക്കൊണ്ട് പോകുന്നത്? നീ ഉള്ള സമയത്ത് ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആ ഭവിതയും രോഹിത്തും ഒക്കെ ഇപ്പോൾ എന്ത് മാറ്റം ഉണ്ടെന്നറിയാവോ? അവരെ ഈ ഒരു രീതിയിൽ മാറ്റിയെടുത്തത് ആ അലീനയുടെ ഒറ്റ മിടുക്കാന്ന് പറയും. ഇപ്പം എല്ലാവർക്കും അവൾ വലിയ മാലാഖയാണല്ലോ. അതെ, അവൾ മാലാഖയാണ്. അവൾ മാലാഖയല്ല, അവൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കെണി വെച്ചിട്ടാണ് പോയെന്ന് പറയും. എന്ത്? അപ്പം വളരെ പതുക്കെ വൈജ പറയും, അത് അവൾ എൻ്റെ അടുത്ത് പറയുക, യാത്ര പറയാൻ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവൾ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ 22 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹം ജീവിച്ച ജീവിതം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചെന്ന്. അവൾ അങ്ങനെ ചോദിച്ചോ? ചോദിച്ചു. അങ്ങനെ ചോദിച്ചെങ്കിൽ തന്നെ എന്താ തെറ്റ്? നീ ആഗ്രഹയിൽ വിവാഹത്തിന് മുമ്പ് മറ്റൊരുത്തിൻ്റെ കൂടെ താമസിച്ചല്ലേ എന്ന്. അമ്മയെ പതുക്കെ, ഇനി ആ കമലയിടത്തെ എങ്ങാണത് കേട്ടുകൊണ്ട് വരണം. അവൾ ഈ കാര്യം എങ്ങനെ അറിഞ്ഞു? അമ്മ എങ്ങനെ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ആങ്ങളമാർ, അവരെ എന്തായാലും എനിക്ക് ദ്രോഹം വരുന്നതൊന്നും ചെയ്യത്തില്ലെന്ന് പറയും. പിന്നെ അവൾ എങ്ങനെ അറിഞ്ഞു? അവൾ അറിഞ്ഞിട്ട് തന്നെ അവൾ ആ കാര്യം നിന്നോട് മാത്രമല്ലേ പറഞ്ഞത്? അവളത് ബാലചന്ദ്രനോട് പറഞ്ഞോ? നീ അവളെ ദ്രോഹിച്ചത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആ കാര്യം ബാലചന്ദ്രനോട് പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളാവേണ്ടതാ. ബാലചന്ദ്രൻ ഈ കാര്യം അറിഞ്ഞാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാടിത്തുള്ളി ഇങ്ങോട്ട് വന്നിട്ട് എപ്പോഴേ ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചേനെന്ന് പറയും. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു മനസ്സ് അവൾക്കുണ്ട്. അവൾ അറിഞ്ഞ കാര്യം അവളുടെ മനസ്സിൽ തന്നെ വെച്ചേക്കുക. അല്ലാതെ അവൾ അത് ആരുടെടുത്തും പറയാനും നിന്നെ വിഷമിപ്പിക്കാനൊന്നും അവൾ നോക്കില്ലല്ലോ. ആ ഒരു മര്യാദ തിരിച്ച് നീ കാണിക്കണം വൈകിയെന്ന് പറയും. ഒരു മര്യാദക്കാരി. അവൾ ഒരുത്തിയായി ഇതിനെല്ലാം ആണിക്കല്ല്. അവൾ കാരണമല്ലേ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വന്നത്, എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്, എൻ്റെ മോൻ ജയിലായത്, ഇതിനെല്ലാം കാരണം അവളാന്ന് പറയും. അവളങ്ങ് മുടിഞ്ഞു പോയാൽ മതിയെന്ന് പറയും. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ് നീ വെറുതെ ആ കുട്ടിയെ പ്രാവുന്നതുണ്ടല്ലോ, അവളെ പ്രാവുന്ന ഓരോ പ്രാക്ക് നിനക്കാ തിരിച്ച് വന്ന് ഭവിക്കുന്നതെന്ന് പറയും. അതിനെന്തോ അവളെ പ്രാവി എങ്ങനെ അത് എനിക്ക് ഫലിക്കുന്നതെന്ന് പറയും. അതങ്ങനെ നീ അവളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിനെല്ലാം നീ അവസാനം കിടന്ന് കരയുകയും വിഷമിക്കുകയും ചെയ്യേണ്ടി വരും വൈജയ് എന്ന് പറയും. അമ്മയ്ക്ക് എന്തോ എപ്പോഴും അവളോടാണല്ലോ വലിയ അലിവ്. 10 ദിവസം അമ്മയെ നോക്കിയെന്ന് കരുതിയാണോ എന്ന് പറയും. അതേടി 10 ദിവസമെങ്കിൽ 10 ദിവസം അവൾ എന്നെ അത്ര നന്നായിട്ടാണ് നോക്കിയത്. ഞാനിപ്പം ബാലൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എഴുന്നേറ്റ് നടന്നേനെ. അതുപോലെ എന്നെ അവൾ നോക്കിയിരുന്നത്. അല്ലാതെ ഇവിടുത്തെ കണക്കൊന്നും അല്ലെന്ന് പറയും. ഇവിടെ ഇപ്പോൾ അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? പിന്നെ ഭയങ്കര നോട്ടമില്ലയോ എന്ന് പറയും എല്ലാവരും. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നേ പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പതുക്കെ സിറ്റൗട്ടിൽ വന്നിരിക്കും, മുറ്റത്തൊക്കെ നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അമ്മ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഇടപെടാൻ ചെന്നിട്ടാണ് കമലയിടത്തേക്ക് അമ്മയോട് ദേഷ്യമെന്ന് പറയും. ഇനി നീ അവളുടെ പേരും പറഞ്ഞ് എന്നോട് വഴക്കിടാൻ നിൽക്കുമെന്ന് പറയും. ഞാൻ ആരോടും വഴക്കിടാനില്ലേ, ഞാൻ എന്തായാലും പോവുക, ഞാൻ അമ്മയോട് യാത്ര പറയാൻ വന്നതാന്ന് പറയും. വൈജയ് നീ പോകുന്നതൊക്കെ കൊള്ളാം, അലീന അവിടുന്ന് പോയി, ഇനി നീ ബാലനുമായിട്ട് വഴക്കുണ്ടാക്കാനും നീ തിരിച്ചിങ്ങോട്ട് വരാനും ഒന്നും നിൽക്കരുതെന്ന് പറയും. അതൊക്കെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജ പോവുകയാണ്. അങ്ങനെ വൈജ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് വൈജയോട് വലിയൊരു ഒന്നും ആരും കാണിക്കത്തില്ല. കാരണം ബാലേന്ദ്രൻ ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ പത്രമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രൻ വൈജ വന്നിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്ന പോലുമില്ല. നമ്മുടെ വൈജയെ കൊണ്ടു ചെന്നാക്കുന്നത് ശിവശങ്കരനാണ്. അങ്ങനെ ശിവശങ്കരൻ ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും വൈജയെടുത്ത് ഒരു അക്ഷരം പോലും ചോദിക്കുന്നില്ല. അങ്ങനെ റൂമിലോട്ടൊക്കെ കയറി വരുന്ന സമയത്ത് റൂമൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കുന്നു. ബബിത നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റൂമൊക്കെ നല്ലോണം വൃത്തിയാക്കി ഇടാമെന്ന്. അങ്ങനെ റൂമൊക്കെ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കിച്ചണിൽ കയറി വരുന്ന സമയത്ത് നോക്കുമ്പോൾ കാണുന്നത് കിച്ചണൊക്കെ നല്ല നീറ്റായിരിക്കുന്നു. കൃഷ്ണയും ബബിതയും കൂടി നിന്ന് പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്താ ഇവർ അടുക്കളയിൽ കയറി പാചകമൊക്കെ, അങ്ങനൊന്നും ഒരു സ്വഭാവം ഇവർക്കൊന്നും ഇല്ലാതെ ആയിരുന്നല്ലോ. നോക്കുമ്പം ഒരാൾ ചോറൊക്കെ അടുപ്പിൽ കിടക്കുന്നു, വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടാ എൻ്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് തരാമോ? ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാകുന്ന സമയം അങ്ങ് പോയെന്ന് പറയും. എനിക്ക് കോളേജിൽ പോകാനുള്ളതെന്ന് പറയും. ശരി ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ ബബിതയുടെ യൂണിഫോമൊക്കെ രോഹിത്ത് അയൺ ചെയ്താൽ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണജയും അതുപോലെ ഓരോ ജോലിയൊക്കെ ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പം
വൈജയന്തിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ, കാരണം പരസ്പരം നോക്കി എപ്പോഴും വഴക്കിടുന്ന കുട്ടികൾ തമ്മിൽ എന്തൊരു സ്നേഹമായിട്ട് നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഉടനെ അടുക്കളോട്ട് കയറി വരുമ്പോൾ ഭഗവതി ചോദിക്കും, എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. എനിക്കൊന്നും വേണ്ട. അല്ല, നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിൻ്റെ മാറ്റം നോക്കിയതാണെന്ന് പറയും. ഇതൊക്കെ ഞങ്ങളെ അലിനച്ച് പഠിപ്പിച്ചാന്ന് പറയും. വേണ്ട, അവളുടെ പുരാണമൊന്നും ഇവിടെ ആരും പറയണ്ടെന്ന് പറയും. അല്ലെങ്കിൽ നല്ലതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ലല്ലോ. അലീന ചേച്ചിയെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങ് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ട് സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ പകുതി വഴിയിലെത്തുന്ന സമയത്ത് അവർ കാറ് നിർത്തിയിട്ട് പറയും, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. വേണ്ട അച്ഛാ, എനിക്കൊന്നും വേണ്ടെന്ന് പറയും. എനിക്ക് മോൾ പുറത്തിറങ്ങും, എനിക്ക് മോളോട് അല്പം സംസാരിക്കണമുണ്ടെന്ന് പറയും. എന്താ അച്ഛാ അത്? നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മോൾക്ക് അറിയാമെന്ന് ചോദിക്കും. അച്ഛൻ പറഞ്ഞില്ലേ കുളത്തൂപ്പുഴയിലുള്ള ഒരു പ്ലാന്ററുടെ വീട്ടിലോട്ടാണെന്നുള്ളത്. മോൾക്ക് സ്റ്റാൻലി ജോസഫ് എന്നൊരു പേര് അറിയാമെന്ന് ചോദിക്കും. സ്റ്റാൻലി എവിടെയോ കേട്ടു മറന്ന ഒരു പേര് കണക്കെന്ന് പറയും. അച്ഛൻ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പേര്. ഉണ്ട്, ആ പ്ലാന്ററാണ് നമ്മുടെ വീട്ടിൽ വന്നിരുന്നതെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണോ ഞാൻ ജോലിക്ക് പോകുന്നതെന്ന് പറയും. മോൾ ജോലിക്കായിട്ടല്ല പോകുന്നത്, ആ വീട് മോളെ സ്വന്തം വീടാണെന്ന് പറയും. അതെങ്ങനെ അച്ഛാ ഞാൻ പോകുന്ന വീട് എൻ്റെ സ്വന്തം വീടാവുന്നത്? ഞാൻ മുമ്പ് വൈജ മോളോട് പറഞ്ഞില്ലായിരുന്നു, മോൾ ഇവിടുന്ന് പോയെങ്കിൽ മാത്രമേ വൈജ തിരികെ വീട്ടിലോട്ട് വരത്തുള്ളൂ. ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ്. മോള് അനാഥയായിട്ട് ഇവിടെ വന്ന സമയത്ത് മോൾ അമ്മയൊന്ന് കാണണമെന്ന് കരുതി മാത്രമാണ് മോൾ ഇവിടെ വന്നത്. പക്ഷേ അതിന് മോൾക്ക് അമ്മയുടെ ഒരു സ്നേഹമോ പരിചരണമോ ഒന്നും മോൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു തികച്ചും അനാഥത്വത്തിലോട്ടാവരുത്. മോൾ സുരക്ഷിതമായ കരങ്ങളിൽ തന്നെ എത്തിപ്പെടണം. അതെനിക്ക് നിർബന്ധമായിരുന്നു. അതങ്ങനെ ഞാൻ മോളുടെ അച്ഛനെ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് പറയും. അങ്ങനെ എൻ്റെ അന്വേഷണം ഗംഗേട്ടനിലാണ് തുടങ്ങിയത്. അങ്ങനെ ഗംഗാധര മേനോനിൽ നിന്നാണ് ഞാൻ അറിയുന്നത് മോളുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫ് ആണെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഗോവർദ്ധനുമായിട്ട് 2 ദിവസത്തെ ഒരു യാത്രയ്ക്ക് പോയിരുന്നല്ലോ. ആ യാത്രയിൽ മോളുടെ അച്ഛനുമായിട്ട് സംസാരിച്ചായിരുന്നു. മോളെ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹം 2 ദിവസം സമയമുണ്ടൊക്കെ ചോദിച്ചു. അതിനുശേഷം ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് അന്ന് നമ്മുടെ വീട്ടിൽ അദ്ദേഹം വരുന്നത്. അന്നാണ് മോളെ ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത്. അലീന ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു. മോളെ കണ്ടതിന് ശേഷം സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ കണക്കിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എൻ്റെ കണക്കിരിക്കുകയാണ് മോളെ കണ്ട, എൻ്റെ അമ്മച്ചി തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് മോളെ ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നത് മോളുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. മോൾ ഇനി ജീവിക്കേണ്ടതും മോൾ അച്ഛൻ്റെ കൂടെ ആണെന്ന് പറയും. ഉടനെ അലീന പറയും, അച്ഛാ അത് എനിക്ക് എന്താ പറയും, മോളൊന്നും പറയണ്ട. അലീനയ്ക്കത് വിശ്വസിക്കാൻ ആയിരുന്നില്ല. കാരണം സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് ഇതുവരെ കാണാത്തൊരു രൂപവും ഒരു പേരുമൊക്കെ. അപ്പം ബാലചന്ദ്രൻ പറയും, മോൾ ഒട്ടും പേടിക്കേണ്ട, മോളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയും. അങ്ങനെ അലീനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. പോകുന്ന സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് അലീനയെ കൊണ്ടുപോകുന്നത്. കാരണം ഇനി അലീന അനാഥയല്ല. കാരണം അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ അലീനയ്ക്ക്. അങ്ങനെ അലീനെ അവിടെ കൊണ്ടു ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ സാമ്രാജ്യത്വത്തിലോട്ട് അലീന ചെന്നെത്തുകയാണ്. അങ്ങനെ ഗേറ്റ് കടന്ന് കാറ് അകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്ന അലീനയും ബാലേന്ദ്രനും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് അലീനയും ബാലചന്ദ്രനും ഇറങ്ങുന്ന സമയത്ത് കുറേ നായ്ക്കൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവരെല്ലാം അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ഒപ്പം ഇങ്ങനെ ചുറ്റിനും നിൽക്കുകയാണ്. അങ്ങനെ അലീനയെ കണ്ടതും എല്ലാ നായ്ക്കുട്ടികളും ഇങ്ങനെ വാലൊക്കെ ആട്ടി ഇങ്ങനെ വളരെ ഒബീഡിയൻ്റായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ കുരയ്ക്കൊന്നും ചെയ്യാതെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണാൻ. അലീനയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം അവരോടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആൻ്റപ്പൻ ചേട്ടൻ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ബാലചന്ദ്രനും ഒരു പെൺകുട്ടിയും വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അലീനയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ സ്റ്റാൻലി അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് വീടും പരിസരവും കാണുന്ന അലീനയ്ക്കൊരു അത്ഭുത ലോകത്ത് ചെന്നാണ് കാണുന്നത്. ബാലചന്ദ്രൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലീനയുടെ അത്ഭുത ലോകത്തിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒരു വലിയൊരു പടുകൂറ്റൻ കണക്കൊരു ബംഗ്ലാവും കുറേ നായ്ക്കളും ഒരു സിനിമയിലൊക്കെ കാണുന്ന കണക്കൊരു പ്രതിനിധിയാണ് അലീനയ്ക്ക് തോന്നിയത്. അങ്ങനെ അലീനയെ കാണാനായിട്ട് സ്റ്റാൻലി ജോസഫ് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് അലീനയെ കാണുന്നതും 22 വർഷങ്ങൾക്ക് ശേഷം മകളെ ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരിയൊക്കെ ഉടുത്തൊരു വലിയ മുതിർന്നൊരു പെൺകുട്ടിയായിട്ട് സ്റ്റാൻലി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്വന്തം അമ്മയെ കാണുന്ന അതേ രൂപത്തിലാണ് അലീനയെ കാണുന്നത്. അതിശയത്തോട് നോക്കുകയാണ്. തൻ്റെ മകളെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ അമ്മച്ചിയുടെ കണക്കിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു സ്റ്റാൻലി ജോസഫിന്. അങ്ങനെ അലീനെ സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് പറയും, ആ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഡൈനിങ് ടേബിൾ നിറയെ വിഭവസമൃദ്ധമായ ഒരുപാട്
ഭക്ഷണങ്ങൾ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കാൻ പറയുമ്പോൾ അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ലായിരുന്നു. കാരണം അലീന വളരെ പേടിച്ച് പതറിയാണ് നിൽക്കുന്നത്. കാരണം ഇതുവരെ കണ്ട ബാലചന്ദ്രൻ എന്ന അച്ഛനെക്കാട്ടിലും വളരെ ഒരു വ്യത്യസ്തതയുള്ളൊരു രൂപമായിരുന്നു സ്റ്റാൻലിയുടേത്. കാരണം ഒരു പട്ടാളക്കാരൻ്റെ വേഷം, അതേ കണക്ക് ചുവന്ന കണ്ണുകൾ, അങ്ങനെയൊക്കെ കാണുമ്പോൾ അലീന ശരിക്കും ഒന്ന് പേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് നിന്ന് ബാലചന്ദ്രൻ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിക്ക് അലീനയ്ക്ക് എന്ത് കൊടുത്താലും തൃപ്തിയാവത്തില്ലായിരുന്നു. ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ ബാലേന്ദ്രന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ പറയും, എനിക്ക് ഫുഡൊന്നും വേണ്ട, നിങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിക്കും. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയത്, ഇത്രയും ദൂരം ലോങ് ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. അങ്ങനെ ആഹാരമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, പ്ലീസ് ബാലേന്ദ്രൻ, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, നിങ്ങൾ ഇന്ന് എൻ്റെ അതിഥിയാണ്, എന്തെങ്കിലും ഒരു സൽക്കാരം നിങ്ങൾ സ്വീകരിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് പറയും. അങ്ങനെ അല്പം വളരെ കുറച്ച് മാത്രം ഭക്ഷണം സ്റ്റാൻലിയുടെ നിർബന്ധപ്രകാരം ബാലചന്ദ്രൻ കഴിക്കുകയാണ്. അതിനുശേഷം അലീന അവിടെ സ്റ്റാൻലിയുടെ അടുത്ത് എത്തിച്ചതിന് ശേഷം ബാലചന്ദ്രൻ അലീനയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അലീന ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. തിരിച്ച് ബാലചന്ദ്രൻ്റെ കൂടെ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അലീന അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് സ്റ്റാൻലി പറയും, എങ്കിൽ മിസ്റ്റർ മേനോൻ പൊയ്ക്കോളും, ഇനി എൻ്റെ മോൾ സുരക്ഷിതമായി എൻ്റെ കരങ്ങളിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിനെ ഏൽപ്പിച്ചിട്ട് ബാലചന്ദ്രൻ തിരികെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ കഥയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നന്ദി.